ദില്ലിയിലെ സ്ഫോടനത്തിനും ഭീകരാക്രമണത്തിലും കേരളത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ? സാധാരണ എന്തെങ്കിലും കണക്ഷൻ വരാറുണ്ടല്ലോ ഇവിടെ. അല്ല, എന്ത് രാജ്യത്തല്ല ലോകത്ത് എവിടെ നടന്നാലും കേരളത്തിന് ബന്ധമുണ്ട്. ഇപ്പോൾ കാശ്മീരിലെ ഭീകരാക്രമണം നമ്മൾ ഓർക്കുന്നില്ലേ? ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് തൊട്ടടുത്ത ദിവസം മലബാറിലുള്ള കാസർഗോഡാണെന്ന് തോന്നുന്നു, കാസർഗോഡുള്ള ഒരാളുടെ ജഡം പഹൽഗാമിനടുത്തുള്ള ഒരു വനത്തിൽ കാണപ്പെട്ടു. അതെ, അത് വാർത്തയായി. പിന്നീട് അതേക്കുറിച്ച് ഒരു അക്ഷരമില്ല. അയാൾ എങ്ങനെ എവിടെ എത്തി? ബാംഗ്ലൂരിൽ എങ്ങോട്ടോ ജോലി ചെയ്യായിരുന്നു ഇയാൾ. മലയാളിയാണ്. ബാംഗ്ലൂരിൽ ജോലിക്ക് പോയി. ബാംഗ്ലൂരിൽ ജോലിക്ക് പോയവൻ പഹൽഗാം തീവ്രവാദി ആക്രമണം നടന്നതിന് തൊട്ടടുത്ത ദിവസം അതിന് തൊട്ടടുത്തുള്ള കാട്ടിൽ മരിച്ച നിലയിൽ കാണുന്നു. എങ്ങനെ മരിച്ചു എന്നുള്ളത് വിവരം വന്നിട്ടില്ല. അയാൾ എന്തിനവിടെ പോയി എന്നതിനെക്കുറിച്ച് വിവരമില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതാകെ തമസ്കരിച്ചു. ഏതായാലും നമ്മൾ അതേക്കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത് നമ്മളൊരു പ്രത്യേക ഒരു എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ പിന്നെ ശ്രീലങ്കയിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ സ്ഫോടനം ഉണ്ടായി. കേരളത്തിൽ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ പോയി കൊല്ലപ്പെട്ടവരിൽ, സിറിയയിൽ പോയവരിൽ മലയാളി ഉണ്ടായിരുന്നു. കാശ്മീരിൽ എന്തിന് നമ്മുടെ സൈന്യവുമായി ഏറ്റുമുട്ടി മരിച്ചതിലും മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ദില്ലി ബോംബ് സ്ഫോടന കേസിൽ ഏതെങ്കിലും മലയാളിക്ക് പങ്കുണ്ടോ എന്നൊരു ചോദ്യം വരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി, കേരളത്തിലെ പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരുന്നു വിജയ് സാക്കറെ എന്ന് പറയുന്ന ADGP. അതിനുശേഷം അദ്ദേഹം വളരെ പെട്ടെന്ന് കേരളത്തിൽ നിന്ന് പോയി. ഇപ്പോൾ NIA-യുടെ ADGP ആണ്. ഇപ്പോൾ മനസ്സിലാക്കുന്നൊരു വിവരം എന്ന് പറയുന്നത് ADGP വിജയ് സാക്കറയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു പ്രത്യേക സംഘമാണ് ദില്ലി ബോംബ് സ്ഫോടന കേസ് അന്വേഷിക്കുന്നത്. ആ കേസ് പൊട്ടിത്തെറി മാത്രമല്ലല്ലോ, അന്വേഷിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ലിങ്കുകളും, ഇപ്പോൾ പുൽവാമയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ ഭീകര സംഘം, അവരുടെ നെക്സസ്, അവരെ സഹായിച്ചവർ, 4 ഇമാമുമാർ, ഇങ്ങനെ വളരെ സങ്കീർണമായ, വളരെ ദൈർഘ്യമേറിയ ഒരു അന്വേഷണ പരമ്പരയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. പക്ഷേ ഇപ്പോൾ പറയുന്നൊരു വാർത്ത ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഒരു പേര് വരുന്നുണ്ട്. ആ പേര് മുഹമ്മദ് ആരിഫ് എന്നാണ്. മുഹമ്മദ് ആരിഫ് ഒരു ഡോക്ടറാണ്. മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്നൊരു ഡോക്ടർ ഇതിലെ പ്രതിയാണ്. അയാൾ അബ്സ്കോണ്ടിങ് ആണെന്ന് പറയുന്നു. അതല്ല, പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നു. കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ കസ്റ്റഡിയിലുണ്ട്. ഈ തരത്തിലാണ് നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ വരുന്നത്. ആരാണ് ഈ മുഹമ്മദ് ആരിഫ് എന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടറാണ്. സ്വാഭാവികമായും ഒരു മെഡിക്കോസ്, വൈറ്റ് കോളർ ഭീകരതയാണല്ലോ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർ എവിടെ പഠിച്ചതാണ്? അൽഫല യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ്, അതാണല്ലോ ഈ ഭീകരവാദികളെ വളർത്തിയെടുക്കുന്ന ഒരു സർവകലാശാല. ഇപ്പോൾ സാധാരണ നമ്മൾ ഓർക്കുന്നുണ്ട്, ഈ പണ്ടൊക്കെ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർമാരുടെ പേര് കഴിഞ്ഞിട്ട് MBBS, MD, FRCS ഇന്ന കോളേജിൽ നിന്നൊക്കെ കാണുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. MBBS, MD എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പലരും പഠിച്ചു വരുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. അപ്പോൾ അവിടെയൊക്കെ പഠിച്ചു വരുന്ന ഡോക്ടർമാരുടെ അടുത്ത് പോയി കടുത്ത് വെച്ച് കൊടുക്കാൻ പല ആളുകൾക്കും ഭയമുണ്ടാവും. സ്വാശ്രയ കോളേജുകളിലെ വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള പല സ്വാശ്രയ കോളേജുകളും ഉണ്ട് എന്നും, അവിടെ മൃതദേഹത്തിന് പോലും ക്ഷാമമുണ്ടെന്നും, അതിനുവേണ്ടി ചിലയിടത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വാർത്തകളിലൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിരുന്നു. മൃതദേഹങ്ങൾ കിട്ടാൻ വേണ്ടി അനാട്ടമി പഠിക്കണമല്ലോ, അതിന് കടാവർ കിട്ടാത്തതുകൊണ്ട് ശ്മശാനങ്ങളിൽ പോയി മൃതദേഹങ്ങൾ മാന്തി എടുത്ത് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കുറേ അലിഗേഷൻ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ നിന്ന് വന്നിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ തലത്തിലൊക്കെ അറിയാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ അഭാവം കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അവിടെ പഠിച്ച ഡോക്ടർമാരാണെന്ന് പറയാൻ പല ഡോക്ടർമാരും പഠിക്കുന്നുണ്ട്. പിന്നെ ചൈനയിൽ പോയി പഠിച്ചവരുണ്ട്. അപ്പോൾ ഇപ്പോൾ നാട്ടിലുള്ള അംഗീകൃത ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ പഠിച്ച ആളുകൾക്ക് കൊള്ളാവുന്ന കോളേജുകളിൽ, ഇപ്പം വെല്ലൂർ പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിലയാണ്, എയിംസിൽ പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ. എന്നാൽ അതുപോലെ മറ്റു പലയിടത്തും ഉള്ള ഡോക്ടർമാർക്കുണ്ടോ അവിടെ എഡ്യൂക്കേഷൻ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഈ സ്വാശ്രയ കോളേജിൻ്റെ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാർ എവിടെ പഠിച്ചു എന്ന് പറയാറില്ല. അത് ഒരുപാട് പേർക്ക് സൗകര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ആരെങ്കിലും അൽഫല യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ MBBS പഠിച്ച ഡോക്ടർമാരുണ്ടോ എന്നത് കണ്ടറിയണം. ഉറപ്പായിട്ടും കാണും. കാരണം മലയാളി ഇല്ലാത്ത, ചന്ദ്രനിൽ പോയപ്പോൾ നീൽ ആംസ്ട്രോങ് ഇറങ്ങിയപ്പോൾ തങ്കപ്പൻ ചേട്ടൻ അവിടെ ചായക്കട നടത്തുന്നു എന്നൊരു തമാശ കഥ പറയാറുണ്ട്. അപ്പോൾ അതല്ല, ഇപ്പോൾ ഈ മുഹമ്മദ് ആരിഫിൻ്റെ കാര്യത്തിൽ നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നു മുഹമ്മദ് ആരിഫ് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ് മുഹമ്മദ് ആരിഫ്. അയാളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്ത. ഇതിന് സ്ഥിരീകരിക്കാൻ നമുക്ക് NIA വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് ആരിഫ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് ആരിഫിന് സ്വാഭാവികമായും കേരളത്തിൽ 5 വർഷം MBBS പഠിക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം ചില ബന്ധങ്ങളുണ്ടാവും.
അല്ലേ? അതെ. പ്രത്യേകിച്ച് ഒരു ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള വൈറ്റ് കോളർ ടെററിസ്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായും ഇയാൾക്ക് ഇവിടെ ബന്ധങ്ങളുണ്ടാവും, സൗഹൃദങ്ങളുണ്ടാവും, അവരുമായി ബന്ധപ്പെട്ട് പല ആലോചനകൾ നടത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ട് മുഹമ്മദ് ആരിഫിൻ്റെ അല്ലെങ്കിൽ വൈറ്റ് കോളർ ടെററിൻ്റെ വേരുകൾ തേടി കേരളത്തിലേക്ക് വിജയ് സക്രയുടെ നേതൃത്വത്തിലുള്ള NI സംഘം വരുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരെ കുറിച്ച് പറഞ്ഞു, വൈറ്റ് കോളർ ടെററിസം എന്നുള്ള വാക്ക് ഇപ്പോൾ വ്യാപകമാണ്. വൈറ്റ് കോളർ ടെററുകൾ ആരാണ് എന്നറിയില്ല. ഇപ്പോൾ ഓപ്പറേഷൻ PGN എന്ന് പറയുന്ന ഒരു അന്വേഷണം നേരത്തെ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ നടക്കുന്നു, അതിൽ 80 പേർ മധുരയിലും കേരളത്തിലും ആയിട്ടാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു വെളിപ്പെടുത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് കേരള പോലീസ് നടത്തിയതാണ് ഓപ്പറേഷൻ PGN. അങ്ങനെ വന്നപ്പോൾ ഒരു 350ഓളം പേർ കേരളത്തിൽ സാംസ്കാരിക പ്രവർത്തകർ, അധ്യാപകർ, ഡോക്ടർമാർ, ഇങ്ങനെ അഭിഭാഷകർ, ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റ് നിരോധനം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിറ്റ് ലിസ്റ്റ് കൊല്ലേണ്ട ആളുകളുടെ പട്ടിക തയ്യാറാക്കുന്ന വിഭാഗത്തിൻ്റെ ചുമതല ഒരു വക്കീലിനായിരുന്നു. ഇങ്ങനെ വൈറ്റ് കോളർ കാണുമ്പോൾ മാന്യമായ ജോലി ചെയ്യുന്ന ആളുകൾ അവർ കേരളത്തിലുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. 350 പേരുടെ ഒരു ലിസ്റ്റാണ് കേരള പോലീസ് ഓപ്പറേഷൻ PGNൻ്റെ ഭാഗമായി കണ്ടെത്തിയത്. അപ്പോൾ കേരളത്തിൽ ഇത് തന്നെ കേരളത്തിൽ പഠിച്ച മുഹമ്മദ് ആരിഫിന് ഈ കാലയളവിൽ ആരൊക്കെയായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, തഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ട് മുമ്പ് എറണാകുളത്ത് വന്നിരുന്നു, ഇവിടെ താജ് ഹോട്ടലിൽ താമസിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ പലരും വന്ന് കണ്ടു. അതിനകത്ത് ആ കൂട്ടത്തിലൊരു റിട്ടയേർഡ് ജഡ്ജ് ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ ആ സമയത്ത് വന്നിരുന്നു. പിന്നീട് റാണയെ പലരും വന്നു കണ്ടു, ഒരു സ്ത്രീ ഉൾപ്പെടെ വന്നു കണ്ടു. ആ സ്ത്രീ ഒരു സെലിബ്രിറ്റിയാണ് എന്ന് പറയപ്പെട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ NIA കളക്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ വാർത്തകളിലൊന്നാണ്. പിന്നെ മാത്രമല്ല, റാണയെ തെളിവെടുപ്പിനായി ഇവിടെ കൊണ്ടുവരുമെന്നും പറഞ്ഞിരുന്നു. അയാൾ ഇവിടെ വന്നിരുന്നു, വർക്കലയിൽ പോയിരുന്നു, കേരളത്തിൻ്റെ പല ഭാഗത്തും പോയിരുന്നു. അതുകൂടാതെ ചാരവൃത്തി കേസിന് സമീപകാലത്ത് പിടിയിലായ ആ വ്ളോഗർ ഉണ്ടല്ലോ ജ്യോതി ഇവിടുത്തെ തന്ത്രപ്രധാനമായ ജ്യോതി മൽഹോത്ര ഷിപ്പ്യാർഡ് ഉൾപ്പെടെ നേവൽ ബേസിൻ്റെ അവിടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ, കാരണം ഒരു തീവ്രവാദി ആക്രമണം നടക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നടക്കും. അപ്പം ഈ ഇത്തവണ 32ഓളം കാറുകൾ വാങ്ങി രാജ്യത്ത് 32 സ്ഥലങ്ങളിൽ സ്ഫോടനം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ റൈസിൻ വിഷം ഉപയോഗിച്ച് വിഷവാതകമായിട്ട് ഭക്ഷണത്തിൽ കലർത്തി ഒരുപാട് പേരെ, ഏതാണ്ട് 50,000 പേരെയെങ്കിലും ഇന്ത്യയിൽ കൊല്ലണം എന്നാണ് തീരുമാനിച്ചിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പകവീട്ടാൻ ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വലിയ തിരിച്ചടി. നരേന്ദ്രമോദി സർക്കാരിനെ ഇനി ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് വിടാൻ കഴിയില്ല. അതുകൊണ്ട് രാജ്യത്ത് വലിയ കലാപവും അരക്ഷിതാവസ്ഥയും അക്രമവും ഉണ്ടാക്കി ജനങ്ങളെ ഭയചകിതരാക്കുക, ജനങ്ങളെ കൊന്നൊടുക്കുക. കൂട്ടത്തോടെ 50,000 പേരൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ കണക്കാക്കുന്നത് ഉടനെ ജനം മുഴുവൻ മോദിക്കെതിരെ തിരിയുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. 50,000 പേരൊക്കെ ഇന്ത്യയിൽ മരിച്ചാൽ ഈ നാട്ടിൽ ചില ആളുകൾക്ക് പിന്നെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം തന്നെ ആളുകൾ പറയുന്നുണ്ട്, എങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾ പേര് നോക്കണോ, എന്നാൽ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും, റൈസിൻ പോലെയുള്ള വിഷം കലർത്തി ആളുകൾ തരുമോ എന്നുള്ളൊക്കെ ചോദ്യം വടക്കേ ഇന്ത്യയിൽ വ്യാപകമായിട്ടുണ്ട്. ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഡോക്ടറുടെ പേര് നോക്കണം എന്നുള്ള ക്യാമ്പയിനൊക്കെ വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി നടക്കുകയാണ്. അതിൻ്റെ ചില അലയൊലികൾ കേരളത്തിലും വന്നുകൂടാഴികയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തീവ്രവാദികൾ ആഗ്രഹിക്കുന്നത് 50,000 പേരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ 50,000 കാഫറുകളെ കൊല്ലുക മാത്രമല്ല ഇന്ത്യയിൽ. അപ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗത്തിനെതിരെ മറ്റുള്ളവരുടെ വികാരം അണപൊട്ടും. അപ്പം സ്വാഭാവികമായും വലിയ കലാപങ്ങളുണ്ടാവും. അങ്ങനെ രാജ്യത്ത് വലിയ അന്തഃഛിദ്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള തീവ്രവാദികളുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ വലിയൊരു മുസ്ലിം വിരോധം ഉണ്ടായി വരുന്നുണ്ട്. ശരിയാണ്, നമ്മളിതുവരെ ഈ കാണുന്ന സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്നവരാണ്. ഒരൊറ്റ അറിയപ്പെടുന്ന മുസ്ലിം അക്കൗണ്ടിൽ നിന്നും ഈ ഡൽഹി സ്ഫോടനത്തെ അപലപിച്ചിട്ടില്ല. പ്രിയം കണ്ടോ? ഇല്ല. എനിക്ക് സ്ഥിരമായിട്ട് എൻ്റെ പോസ്റ്റുകളുടെ താഴെ വന്ന് ചൊറിയുന്ന ഒരാളുണ്ട്, ഹസൻ KM എന്നാണ് പറയുന്നത്. UAE കണ്ട ജോലി ചെയ്യുന്ന 10-60 വയസ്സുള്ളൊരു ആളാണ്, പോപ്പുലർ ഫ്രണ്ടുകാരനാണ്, അല്ലെങ്കിൽ SDP ആണ്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന അയാൾ എപ്പോഴും വന്നിട്ട് എൻ്റെ പോസ്റ്റുകൾക്ക് താഴെ വന്ന് ചൊറിയും. ഞാൻ അയാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി, ഇന്നുവരെ ഈ ഡൽഹി സ്ഫോടനം നടന്നതിന് ശേഷം ഇന്നുവരെ അതേക്കുറിച്ച് ഒരൊറ്റ കമൻ്റ് ഇല്ല. പഹൽഗാമിൻ്റെ കാര്യത്തിലും ഇങ്ങനെയായിരുന്നു പലരും. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സുകൊണ്ട് ഇതിന് ഒത്താശയുണ്ട്. ഇവരിതിനെ അരുനിൽക്കുകയാണ്, ഇത് നടക്കട്ടെ, ഇവിടുത്തെ കാഫറുകൾ കൊല്ലട്ടെ, രാജ്യം നശിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം എന്നറിയോ? ഇങ്ങനെ വന്നു വരുമ്പോൾ വലിയ തോതിലുള്ള മുസ്ലിം വിരുദ്ധത നമ്മുടെ രാജ്യത്തുണ്ടായി വരും.
ഇവരൊക്കെ ഇത് ചെയ്യുമ്പോൾ പാവപ്പെട്ട ഇതിനൊന്നും ഇല്ലാതെ അന്നന്നത്തെ കാര്യം നോക്കി പണിയെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളുണ്ട്. അവന് ഇസ്ലാമിക രാജ്യമൊന്നും വേണ്ട, അന്നത്തെ അത്താഴം കഴിക്കണം എന്ന് മാത്രം കരുതുന്ന ഒരുപാട് സാധാരണക്കാരായ മുസ്ലിങ്ങളുണ്ട്. അവരൊന്നും ഇതിൻ്റെ ഭാഗമല്ല. അവർക്കൊന്നും ജിഹാദും വേണ്ട, ഇസ്ലാമിക രാജ്യവും വേണ്ട, ഓരോ ദിവസവും തള്ളി നീക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് സൗകര്യമൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ രാജ്യമൊക്കെ വന്നാൽ കൊള്ളാം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ കണ്ടു. അതെ, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകണം എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? കൊടുത്ത് ഇസ്ലാമിക രാജ്യം ചോദിച്ച് വാങ്ങിച്ചു. ഇപ്പോൾ ലക്ഷക്കണക്കിന് 10 ലക്ഷത്തോളം ഹിന്ദുക്കളെ കൊന്ന് രാജ്യത്തെ വെട്ടി മുറിച്ചു കൊണ്ടുപോയി. മലബാറിൽ വിളിച്ചില്ലേ, മലപ്പുറത്ത് വിളിച്ചില്ലേ, 10 അണയ്ക്കോ കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാനിൽ നിന്ന്. അങ്ങനെ പാകിസ്ഥാൻ കൊടുത്തപ്പോൾ ഈ മുദ്രാവാക്യം വിളിച്ചവന്മാർ പോയോ? ഇല്ല, അമ്മമാർ ഇവിടെ തന്നെ കൂടി. എന്നാൽ കുത്തി വാങ്ങുമെന്ന് പറഞ്ഞവന്മാർ അടുത്ത വണ്ടിക്ക് പാകിസ്ഥാനിൽ പോകണ്ടേ? പോയില്ല. അപ്പോൾ പാകിസ്ഥാൻ മനോഭാവമായിട്ട് ഇവിടെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. അന്ന് പാകിസ്ഥാൻ വേണമെന്ന് വോട്ട് ചെയ്ത മലപ്പുറം അടക്കമുള്ള ജില്ലകളിലെ ആളുകൾ പാകിസ്ഥാനിൽ പോയില്ല. അവരുടെ സന്തതി പരമ്പരകൾ ഇപ്പോഴും പാകിസ്ഥാൻ ആശയം മനസ്സിൽ, പാകിസ്ഥാനാണ് തങ്ങളുടെ മാതൃരാജ്യമെന്ന് കാണുകയും ഇവിടെ ജീവിക്കുകയും ചെയ്യണം. അവരുടെ ലക്ഷ്യം എന്നറിയോ? ഒരു പാകിസ്ഥാൻ കിട്ടിയല്ലോ, ഇനി കുറേ കഴിയുമ്പോൾ നമ്മളുടെ അംഗബലം കൂടുമ്പോൾ നമുക്ക് മറ്റൊരു പാകിസ്ഥാൻ കൂടെ വാങ്ങാം എന്ന് കരുതുന്നവരുണ്ടാവും. പക്ഷേ അത് അന്നത്തെ പോലെ വിഭജനകാലത്തെ പോലെ അത്ര എളുപ്പമൊന്നും ആയിരിക്കത്തില്ല. അതിനെ നേരിടാൻ ഇന്ത്യൻ സൈന്യമുണ്ട്, ഇന്ത്യയിലെ ജനങ്ങളുണ്ട്. ഇന്ത്യ അതിനെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കും. പക്ഷേ ഇതിൻ്റെ ഈ തീവ്രവാദി ആക്രമണങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വലിയ തോതിൽ മുസ്ലിം വിരുദ്ധത ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കുക എന്നതുകൂടിയാണ്. ആ ഒരു കെണിയിലേക്ക് ഇവിടുത്തെ സാധുക്കളായ മുസ്ലിമുകളെ ഈ തീവ്രവാദികൾ വലിച്ചെറിയുന്നുണ്ട്. വലിയ കലാപം ഉണ്ടായി ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ഇവന്മാരൊക്കെ പറന്ന് ഖത്തറിലും സൗദിയിലൊക്കെ പോകും. ഹമാസിൻ്റെ കഥ കണ്ടില്ലേ? ഗാസയിൽ പാവപ്പെട്ട ഈ മതജീവികളെ കൊല്ലാൻ വിട്ടിട്ട് നേതാക്കന്മാർ ഖത്തറിൽ സുഖിച്ചു കഴിയുക. ഇവന്മാരൊക്കെ പറന്നു പോവും. പാവപ്പെട്ട ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ് ഇതിൻ്റെ ഇരയാവുന്ന. അതാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ത്യയെ വിഭജിക്കുക, വലിയ കലാപമുണ്ടാക്കുക, എന്നിട്ട് മുസ്ലിങ്ങൾക്ക് നേരെ വലിയ പ്രതിരോധം ഇന്ത്യൻ ജനതയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് ഇരവാദം ഇന്ത്യയിൽ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്നുള്ളൊരു നാറേറ്റീവ്, ഗാസയ്ക്ക് ശേഷം ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും വിജയ് സാക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ച് നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ കേരളത്തിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോൾ കേരളത്തിൽ പഠിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുഹമ്മദ് ആരിഫ് എന്നൊരു വിദ്യാർത്ഥി പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് വർഷമാണ്, അയാൾ എവിടെ നിന്ന് വന്നതാണ്? മിക്കവാറും ഹരിയാനക്കാരനായിരിക്കണം, അല്ലെങ്കിൽ കാശ്മീരി ആയിരിക്കണം. കാശ്മീരിലെ വിദ്യാർത്ഥികൾ ഇവിടെ കേരളത്തിൽ പഠിക്കുന്നുണ്ട്. കാശ്മീരിലെ കച്ചവടക്കാർ ഇവിടെയും മൂന്നാറിലൊക്കെ ഉണ്ട്, കൊച്ചിയിലുണ്ട്, മട്ടാഞ്ചേരിയിലുണ്ട്, ഫോർട്ട് കൊച്ചിയിലുണ്ട്, മൂന്നാറിലുണ്ട് കാശ്മീരി കച്ചവടക്കാർ. തിരുവനന്തപുരത്തുണ്ട്, അവിടെ കോവളം ഭാഗത്തുണ്ട്. അപ്പോൾ ഇത് ഒരുപക്ഷെ കേരളത്തിലും സമഗ്രമായ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കേരളവും ഡൽഹി സ്ഫോടനത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എത്ര കാലൻ ഡോക്ടർമാർ കേരളത്തിലുണ്ട് എന്നാണ് ഇനി അറിയേണ്ടത്.